വിജയിന്റെ പൊളിറ്റിക്സ്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി, TVK. ഒരു ആക്ടർ പെട്ടെന്ന് ഒരു ദിവസം പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അതൊരു ഭയങ്കര ചർച്ച ആവാറുണ്ട്. ആദ്യം കിട്ടുന്ന ഒരു ഇനീഷ്യൽ പുള്ള് പിന്നെ കിട്ടാറില്ല. ക്യാപ്റ്റൻ വിജയകാന്ത്, അദ്ദേഹം മരിക്കണതിന് തൊട്ടുമുമ്പുള്ള ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹമൊക്കെ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. കമൽഹാസൻ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി തന്നെ എന്തായി എന്നറിയില്ല, ഭയങ്കര കുട്ടിയാഘോഷിച്ചു വന്നതാണ്. പക്ഷെ അതൊന്നും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ വിജയിച്ച ആൾക്കാരുണ്ട്. ആന്ധ്ര സൈഡിൽ NTR, തമിഴ്നാട്ടിൽ MGR, അങ്ങനെ വിജയിച്ച ആൾക്കാരുണ്ട്. പക്ഷേ ഈ MGRൻ്റെയൊക്കെ കേസിൽ അദ്ദേഹം ആദ്യം മുതലുള്ള പല രീതിയിലുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റികളിൽ പിന്തുടർന്നു വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കരുണാനിധി ആയാലും ശരി, അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള അണ്ണാദുരൈ ആണെങ്കിലും ശരി, MGR ഒരു മെൻറ്ററെ പോലെയൊക്കെയാണ് അണ്ണാദുരൈനെ കണ്ടതും. അണ്ണാദുരൈ CM ആയതിനു ശേഷം അന്നേ ദിവസം ഈ MGR കാണാൻ പോയി. അദ്ദേഹം അണ്ണാദുരൈ വളരെ ടെൻസ്ഡ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അത്ര റൂമിൽ കൂടെ. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് നാളെ ഈ ഒരു സ്റ്റേറ്റിൻ്റെ പരമാധികാരിയാവാൻ പോവുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ടത്. ആ ടെൻഷനാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ടത്. ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ടെൻഷൻ. അപ്പോൾ ഇങ്ങനെയെല്ലാം കണ്ടു വന്ന ആളാണ് MGR. ഒരു സാധാരണ ഫാമിലിയിൽ വന്ന് പിന്നെ വലിയ ആക്ടറായ ആളും കൂടിയാണ്. പക്ഷെ ഒരു റിച്ച് അഫ്ലുവൻറ്റ് ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ പൾസ് എങ്ങനെ ഇവർ മനസ്സിലാക്കണേ? അപ്പോൾ പല ആക്ടേഴ്സും വീട് ലൊക്കേഷൻ ഈ ഇതിൻ്റെ ഇടയിൽ സാധാരണ ജനങ്ങളെ കാണാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഉള്ള സാധ്യതകൾ കുറവാണ്. ഇപ്പോൾ ഒരു ആക്ടറിനോട്, ഒരു സ്റ്റാറിനോട് എങ്ങനെയാവും ജനങ്ങൾ പെരുമാറുക? ആളാവും ഏറ്റവും വലിയ ആൾ എന്നുള്ള രീതിയിൽ തന്നെ ജനങ്ങൾ പെരുമാറുള്ളൂ. കാരണം നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. നമ്മളങ്ങനെ ഒരു റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ആ റെസ്പെക്റ്റിലാണ് ഇവർ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പൊളിറ്റീഷ്യന് അത്തരം റെസ്പെക്റ്റുകൾ കിട്ടുമോ കിട്ടില്ല എന്നൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അധികം ആക്ടേഴ്സ് പരാജയപ്പെടാൻ തന്നെ കാരണം സാധാരണ ജനങ്ങളുടെ പൾസ് മനസ്സിലാവണല്ലോ. അവരൊരു കാറിൽ വരും, ഷൂട്ടിങ്ങും ലൊക്കേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിൽ പോകും. സാധാരണ ജനങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. ഒരു വൃന്ദം ഉണ്ടാവും, അവരൊരു ഗ്യാങ് ഉണ്ടാവും, അവരൊരു ബെൽറ്റ് ഉണ്ടാവും. ആ ബെൽറ്റിൽ തന്നെ ഒതുങ്ങേണ്ട സാഹചര്യമാണ്. ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഞാനൊരു ആക്ടർക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര ഫാനായിട്ട് തോന്നിയ ഒരാളെ വിജയിപ്പിക്കുകയോ വോട്ട് ചെയ്യുമോ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആൾക്ക് വോട്ട് ചെയ്യുമോ? ചെയ്യില്ല. ഇവിടെ കേരളത്തിൽ ചെയ്യില്ല. തമിഴ്നാട്ടിലും ആ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം MGR ഒന്നും കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സിനിമ നടനെ അങ്ങനെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിലെ ഒരു അപകടം മനസ്സിലാക്കിയിട്ടാണ് രജനീകാന്ത് പൊളിറ്റിക്സിൽ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് തൂത്തുക്കുടി സംഭവമൊക്കെ വന്നപ്പോൾ ആൾക്ക് മനസ്സിലായി. When Rajinikanth met and smiled at Santosh, the youth's question to the actor was, "Who are you?" Rajini answered with a smile. He said, "I am Rajinikanth," and moved on. But Santosh's message was loud and clear. நாங்கள் சொல்லிகிட்டு இருக்கோம், ரஜினிகாந்த் மட்டும் இல்லை, என்னைய ஃபஸ்ட்டு பார்த்தா இங்குள்ள யார்கிட்ட கேட்டாலுமே சொல்லுவாங்க, வந்த அரசியல் தலைவர்லேருந்து எல்லாரையுமே நான் இதே மாதிரி தான் கேள்வி கேட்டுட்ருக்கேன். 100 நாள் போராட்டத்தில் ஒரு நாள் வந்திருந்தால் கூட எங்களுக்கு அது ஒரு பெரிய ப்ளஸ்ஸாக இருக்கும். அது வந்து 22ஆம் தேதி வந்திருந்தால் இத்தனை உயிரிழப்பில் ஒரு உயிரிழப்பு கூட கண்டிப்பாக வந்திருக்காது. നടക്കൂല. ജനങ്ങളുടെ ഇടയിൽ ഒരു പുല്ലുവില ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയില്ല, ബുദ്ധിപരമായി നീങ്ങി. നേരെ മറിച്ച് വിജയിൻ്റെ കാര്യത്തിൽ വിജയ് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഓരോ സ്ഥലത്തെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യമുണ്ട്, ഞാൻ തന്നെയാണ് എല്ലായിടത്തും നിൽക്കണത് എന്നുള്ള രീതിയിൽ. மதுரை கிழக்கு வேட்பாளர் விஜய். இன்னும் முடிக்கல. மதுரை மேற்கு வேட்பாளர் விஜய். மதுரை மத்தி வேட்பாளர் விஜய். மதுரை தெற்கு வேட்பாளர் விஜய். மதுரை வடக்கு வேட்பாளர் விஜய். மேலூர் விஜய். അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി, അദ്ദേഹം CM ആവും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഇതൊരു ടീം വർക്കാണ്. അദ്ദേഹത്തിന് മാത്രമേ കാണുന്നുള്ളൂ, ചുറ്റുമുള്ളവരെ കാണുന്നില്ല.
പിന്നെ പാർട്ടി മെമ്പേഴ്സ് ഫാൻസുകാർ കുറേ പേരാണെന്ന് പറയണു. ഒരു രീതിയിലുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിലൊരു എക്സ്പീരിയൻസ് വേണ്ടേ? സമൂഹത്തിനെ കരുതിയിട്ടായിരിക്കണം അവർ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ വിജയിനെ കണ്ടിട്ട് ആരും അങ്ങനെ വന്ന് അതത്ര നല്ലൊരു എക്സാമ്പിൾ അല്ല. കരൂർ ഇത്രയും വലിയ പ്രോബ്ലം നടന്നിട്ട് ആ സമയത്ത് ഓടി രക്ഷപ്പെട്ട ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാവും കണ്ടിട്ടുണ്ടാവുക, നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടാവുക. ഇദ്ദേഹം സെൻട്രൽ പാർട്ടായിട്ടുണ്ടാവുക. കുറേ കാലമായിട്ട് പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുറേയൊക്കെ അവർക്ക് ഐഡിയ ഉണ്ടാവും. നേരെ മറിച്ച് വിജയ്ക്ക് ഇതൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ടൈമായിരുന്നു. എന്നാൽ ആ ഹോസ്പിറ്റലിൽ കിടക്കണ ഒരു നെക്സ്റ്റ് ഡേ വന്ന് കാണുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതേമാതിരി പൊളിറ്റീഷ്യന്മാർക്ക് ഒരു മെൻറ്റർ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ മെൻറ്റർ ആരാന്ന് അറിയില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പോലും എന്തൊരു സിനിമാറ്റിക് സ്റ്റൈൽ, ഇപ്പോൾ കത്തി സിനിമയിലൊക്കെ ഉള്ള പോലെ ഇങ്ങനെ ഒരു മീറ്റർ പിടിച്ച് അദ്ദേഹം ചെയ്യണ പോലെ ഉണ്ട്. അല്ലാത്ത സിറ്റുവേഷനിൽ അദ്ദേഹം മുമ്പ് സംസാരിച്ചിരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് കൂളായിട്ട് നോർമൽ ലൈഫിൽ, ഓൺ സ്ക്രീനിലല്ല ഓഫ് സ്ക്രീൻ സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായൊരു പെരുമാറ്റം. അദ്ദേഹം പിന്നെ ഒരു പൊളിറ്റീഷ്യൻ ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ബോഡി ലാംഗ്വേജ്, സംസാരം എല്ലാത്തിലും ഒരു മാറ്റം വന്ന പോലെ. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അവർ സോൾവ് ചെയ്താൽ മാത്രമുള്ളൂ ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ഉയരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പൊക്കി അടിച്ച ആൾക്കാർ തന്നെ നാളെ തെറി പറയുന്ന സാഹചര്യം വരും. ഒരു സിനിമ മോശമാകുമ്പോഴുള്ള തെറിവിളി പോലെ അല്ലല്ലോ ഇത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്യും ഇതിനെക്കുറിച്ച്. സിനിമ മോശമായി കഴിഞ്ഞാൽ കുറച്ച് പേര് സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പൊക്കോളും. നേരെ മറിച്ച് ഇതങ്ങനല്ല, മൊത്തത്തിലൊരു ചീത്തപ്പേരാണ്. എത്ര നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ചെറിയ ഇൻസിഡൻറ്റ് മതി, ആ ചെറിയ ഇൻസിഡൻറ്റിനെ ആൾക്കാർ വലുതാക്കി കാണിക്കും. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു സർജറിയിൽ എന്തോ കത്രി കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ എത്ര കാലം ചർച്ച ചെയ്തു. ലക്ഷക്കണക്കിന് സക്സസ്ഫുൾ ആയിട്ടുള്ള സർജറികൾക്ക് ശേഷം ഒരു സർജറിയിൽ വരുന്ന ഒരു മെഡിക്കൽ നെഗ്ലിജൻസ്, അതിനെയാണ് ഇവിടെ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിട്ട് കാണിച്ചത്. എന്തിന് ആരോഗ്യമന്ത്രിനെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോ, ആരോഗ്യമന്ത്രി അല്ലല്ലോ ഓപ്പറേഷൻ തിയേറ്ററിൽ. എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ആരോഗ്യമന്ത്രി എന്ന് വെച്ച് ഞാൻ കാണട്ടെ അങ്ങനെ പറഞ്ഞു വെക്കാൻ പറ്റൂലല്ലോ. ഏതെങ്കിലും സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ അതിനെ ഓപ്പോസിഷൻ ഹൈലൈറ്റ് ചെയ്യും, മീഡിയ ഹൈലൈറ്റ് ചെയ്യും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി സാധ്യതകൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നുള്ള അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്ന്. പക്ഷേ ആഫ്റ്റർ ഇപ്പോൾ ജയലളിതയൊക്കെ മരിച്ചതിന് ശേഷം AIADMKൻ്റെ പ്രസക്തി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വോട്ട് അവർക്ക് കുറേയൊക്കെ കിട്ടും. BJP ഒക്കെ അവിടെ ഒറ്റ സീറ്റില്ല BJPക്ക്. അപ്പോൾ BJP ആയാലും ശരി AIADMK ആണെങ്കിലും ശരി കുറച്ച് ഡള്ളാണ് അവർ. DMKൻ്റെ ഒരു ഒറ്റ പാർട്ടി സിസ്റ്റത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ DVKൻ്റെ ഒരു കടന്നു വരവ്. അതിനെ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റി. സോഷ്യൽ മീഡിയ വഴിയുള്ളതാണെങ്കിലും ശരി, ഫ്രീ ബീസ് ആണെങ്കിലും ശരി, അങ്ങനെ ഇങ്ങനെയൊക്കെ പല ആക്ടേഴ്സും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു ആക്ടർ എങ്ങനെ പൊളിറ്റീഷ്യൻ ஆவான் அത്ര ஓகே அல்ல എന്നുള്ള രീതിയിൽ. இப்போ ரஜினி சாரோட நான் பெரிய ஃபேனு, நான் கமல் சாரோட பெரிய ஃபேனு, அவர் எனக்கு விஜய் பிடிக்கும், இது மாதிரி வந்து இதனால் நான் ஓட்டு போடக்கூடாது. நான் ஓட்டு போடக்கூடாது. மற்றவங்க எப்படி பண்ணுறாங்கன்னு நான் சொல்லலை. நான் ஓட்டு போடக்கூடாது, நான் ஓட்டு போட மாட்டேன். அது மாதிரி நீங்கள் சொல்கிற விஷயத்தில், நீங்கள் சொல்கிற இதில் ஏதாவது சேஞ்ச் வரப்போதா? உங்களால் அது முடியுமா? உங்கள் நல்ல எண்ணங்கள் இல்லை நோக்கம் அது எனக்கு ஃபஸ்ட்டு ரீச் ஆகணும். கரெக்ட்? அது ரீச் ஆகிடுச்சுன்னு வச்சுக்கோங்க. இப்போ நீங்கள் எப்படி அதை இம்ப்ளிமெண்ட் பண்ண போகிறீங்க, என்னெல்லாம் உங்கள் ப்ரையாரிட்டி என்ன அப்படின்றதானே நான் பார்க்கணும். കാരണം എന്താ, അവർക്കറിയാം ഈ ഒരു ലൈഫ് സ്റ്റൈല് അവർക്കറിയാം. സാധാരണ ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാതെ അവരെ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റില്ല. സാധാരണ മനുഷ്യനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ വിജയ് അങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു മെൻറ്റർ ഉണ്ടായിരിക്കണം നല്ലതാണ്. പക്ഷേ അതേമാതിരി പാർട്ടി മെമ്പേഴ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. കാരണം ഫാൻസായിട്ട് അദ്ദേഹത്തിന് മാത്രം കണ്ടുവരുന്നതിൽ ഒരു അപകടമുണ്ട്. പിന്നെ ആന്ധ്രയിലൊക്കെ അറിയാലോ NTR, അദ്ദേഹം ശ്രീരാമനായിട്ട് വന്നിട്ട് ആൾക്കാരെ മനസ്സിൽ കയറി അങ്ങനെ CM ആയ ഒരു ആളാണ് അദ്ദേഹം. സാധ്യതകളുണ്ട്. പക്ഷേ ഒരു ഹൈപ്പ് വന്ന ഒരു സിനിമ അങ്ങോട്ട് പൊട്ടിക്കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം വരില്ലേ? നല്ല ഹൈപ്പിലൊരു പടം വന്നു, ആ പടം അങ്ങോട്ട് പൊട്ടിയ എന്താ അവസ്ഥ?
അതുപോലെ ആവാതിരിക്കട്ടെ. അത് മാത്രമല്ല, ആൾക്കാരെ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഓവർ എക്സ്പെക്റ്റേഷൻ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. എന്നോടൊരാൾ ചോദിക്കുകയാണ് സിനിമാ നടന്മാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ പൊളിറ്റിക്സിൽ വരുന്നത് എങ്ങനെ നോക്കി കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒട്ടും താല്പര്യമില്ല. കാരണം തന്നെയാണ് അവർക്ക് സംസാരിക്കുന്നതിനും റിയാക്ട് ചെയ്യുന്നതിനും ഒക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഇത്രയും വലിയ പ്രശ്നം കേരള സ്റ്റോറി 2 ഒക്കെ അവിടെ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഏതൊക്കെ ആക്ടേഴ്സ് അതിനെക്കുറിച്ച് സംസാരിച്ചു, ഏതൊക്കെ ഫിലിം മേക്കേഴ്സ് അതിനെക്കുറിച്ച് സംസാരിച്ചു. നേരെ മറിച്ച് തമിഴ്നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു തമിഴ്നാട് സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അത് സംഭവം വേറെ കാര്യം. അപ്പോൾ ഇത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇരുതല മൂർച്ചയുള്ള വാളാന്ന് പറയാം. നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത യോദ്ധാവായിരിക്കും. മോശം രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യും കാലും പോകും, കൂടുതലുള്ളവരെയും പോകും.